നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല, ഞാനൊരു വ്യവസായിയാണ്, ഇപ്പോഴൊരു വ്യവസായി തന്നെയാണത്. പക്ഷെ നമ്മുടെ ഈ കേരളം ഇതുപോലെ നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരാൻ നിർബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അന്ന് എൻ്റെ ഉദ്ദേശം ചുരുങ്ങിയത് ഒരു നാടെങ്കിലും, ഒരു ഗ്രാമമെങ്കിലും ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റി ഈ നാടിനെ നശിപ്പിച്ചവരോട് വിളിച്ചു പറയണം, ഇതും ഈ കേരളത്തിൽ സാധ്യമാണ് എന്നുള്ള ആ ഒരു നിലപാടിലാണ് ഞാനത് തുടങ്ങി വെച്ചത്. അങ്ങനെ ഞങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്ത്, സമീപ പഞ്ചായത്തുകൾ, 4 പഞ്ചായത്തുകളിലെ ഒരു മോഡൽ വികസനം ഞങ്ങൾ നടപ്പിലാക്കി. അങ്ങനെ വന്നപ്പോഴാണ് അത് എന്തുകൊണ്ട് ഈ കേരളത്തിൽ എമ്പാടും 942 പഞ്ചായത്തുകളിലും നടപ്പിലാക്കിക്കൂടാ എന്നുള്ള ഒരാശയം എൻ്റെ മനസ്സിലുദ്ദേശിച്ചു. അതിനുവേണ്ടി ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അപകടം തിരിച്ചറിഞ്ഞ ഇവിടുത്തെ LDF-ഉം UDF-ഉം ഒന്നിച്ചു ചേർന്ന് എന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ എൻ്റെ ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ ഇന്ന് ഇന്ത്യ വികസിച്ച പോലെ, ഇന്ന് നമുക്കറിയാം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ 8 വരിയും 10 വരിയും 12 വരി പാതയെല്ലാം നടപ്പിലാക്കുമ്പോൾ കേരളം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളുടെ ഒപ്പം തന്നെ കേരളവും തലയുയർത്തി നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യയെ ഈ നിലയിലേക്ക് എത്തിച്ച മോഡി സർക്കാരിനോടൊപ്പം, NDAയോടൊപ്പം നിന്നാൽ മാത്രമാണ് അത് സാധ്യമാകൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ NDA ചേരാൻ തീരുമാനിച്ചതും ഇന്ന് അതിന്റെ ഭാഗമായിട്ടിരിക്കുന്നതും. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നിവിടെ മറ്റു രാഷ്ട്രീയക്കാരെ പോലെ എന്തെങ്കിലും ഒരു പ്രകടന പത്രിക കൊണ്ടുവന്ന് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രാഷ്ട്രീയമല്ല. നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ, ഇന്നത്തെ യുവതലമുറ എന്താണോ ആഗ്രഹിക്കുന്നത്, ലോകം വളരുന്നതിനോടൊപ്പം, ടെക്നോളജി വളരുന്നതിനോടൊപ്പം ഈ കേരളത്തെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി സർക്കാരിനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ വികസനങ്ങളെല്ലാം നടക്കുന്ന വിവാദങ്ങളാണത്. ഒരു വിവാദം തീരുമ്പോൾ വേറൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവരിക. അപ്പൊ വികസനത്തെ പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. അതിൽ നിന്നൊരു മാറ്റം വരണം. അപ്പൊ നമുക്ക് വികസനം മുന്നോട്ട് കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് 2020 എന്ന പാർട്ടി 3-4 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി പ്രൂവൺ ചെയ്ത ഒരു സംവിധാനം, അത് ആ ഭരണ സംവിധാനം കേരളമെമ്പാടും നടപ്പാക്കുക. അതോടൊപ്പം തന്നെ മോഡി സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിരിക്കുന്ന വികസന കാഴ്ചപ്പാട്. അപ്പൊ ഇത് രണ്ടും കൂടി കോമ്പിനേഷൻ വരുന്ന സമയത്ത് കേന്ദ്ര സഹായത്തോടു കൂടിയിട്ട് നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണത്. അപ്പൊ നമ്മൾ ഇതിനെ ഒരു രാഷ്ട്രീയപരമായിട്ട് കാണുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കേരളത്തിന്റെ ഭാവി, കേരളത്തിന്റെ വളർച്ച, വളർന്നു വരുന്ന കുട്ടികളുടെ ഭാവി, അതാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. അപ്പൊ വിവാദങ്ങളിലേക്ക് ഇതിനെ വലിച്ചഴക്കാതെ ഈ ഒരു കോമ്പിനേഷനിൽ ഈ കേരളത്തിനുണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണ്, കേരളം എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത് എന്നതായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതില് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം പരമ്പരാഗതമായിട്ട് ഇവിടുത്തെ LDF-ഉം UDF-ഉം കൊണ്ടുവരുന്ന ഒരു വികസന കാഴ്ചപ്പാടല്ല, ഒരു പ്രകടന പത്രികയല്ല ഞങ്ങൾ കൊണ്ടുവരുന്നത്. എന്താണോ കേരളത്തിന് വേണ്ടത്, ഇവിടുത്തെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അവരുടെ ക്ഷേമം 100% ഉറപ്പാക്കിക്കൊണ്ട് കേരളത്തിന്റെ വികസനം, അതായത് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സംസ്ഥാനമാക്കി കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരിക, അതാണ് ഞങ്ങളുടെ പ്രോമിസ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും ഈ കേരളത്തിനറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരായിട്ട് ജനിച്ചു വളർന്നവരല്ല, രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരുമല്ല. ഞങ്ങളൊക്കെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഏതാണ്ട് 6 കോടി രൂപയുടെ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരാളാണത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ സമൂലമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്നിട്ട് ഇവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ആ ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അതില് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി
നരേന്ദ്രമോദിജിയുടെയും അതുപോലെ തന്നെ ഹോം മിനിസ്റ്ററുടെയും ഇവിടെയെല്ലാം മുഴുവൻ സപ്പോർട്ട് ഈ കേരളത്തിന് വേണ്ടിയിട്ട് തരാമെന്ന് അവര് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമ്മളെ ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമത്തില് എല്ലാവരും പങ്കാളികളാകണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. എന്തൊരു വികസനത്തിന്റെ ഒരു സർക്കാരാണ് ഭരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇത് തേർഡ് ടേമാണ്. അപ്പൊ ഈ ഒരു വൈകി വന്ന ഒരു ആശയം എന്താണ്? 10 വർഷം കഴിഞ്ഞ 10 വർഷം 12 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണല്ലോ മോദി സർക്കാരിന്റെ ഭരണം. അപ്പൊ അതിന്റെ നേട്ടങ്ങൾ നിങ്ങൾ എന്താണ് ഇത്ര വൈകി മനസ്സിലാക്കാൻ കാര്യം? അല്ല, നേട്ടങ്ങൾ മനസ്സിലാക്കി ഇല്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഞാൻ ആദ്യം ഒരു ഗ്രാമം ഒരു മോഡലാക്കി ഇവിടെ ഉയർത്തുക, അത് മറ്റുള്ളവർ പകർത്തുക, അതിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് ഉദ്ദേശിച്ച് അത് 3 or 4 ആയി. അതിനുശേഷം എന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇവിടുത്തെ LDFും UDFും തടസ്സം നിന്ന് എന്നെ തകർക്കാൻ ശ്രമിച്ചപ്പോ തീർച്ചയായിട്ടും ഞാൻ ആലോചിച്ചു, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ ഒരുപക്ഷെ എന്റെ ജീവിതകാലത്ത് ആ ഒരു സ്വപ്നം പൂർത്തിയാകില്ല. അപ്പോൾ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇന്ത്യ ഭരിക്കുന്ന 140 കോടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അത് അതിവേഗം നടപ്പിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇവിടെ എല്ലാവരും ആദ്യം ഈ ഒരു അലയൻസ് വന്നു കഴിഞ്ഞപ്പോ ആദ്യം ചോദിച്ച ചോദ്യം, എത്ര സീറ്റിൽ മത്സരിക്കും? സാബു ജേക്കബ് മത്സരിക്കുമോ? സാബു ജേക്കബ് മത്സരിക്കാൻ വേണ്ടിയിട്ടോ മന്ത്രിയാകാനോ അധികാരത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളല്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഞങ്ങള് ഇതുവരെ ഏത് സീറ്റിൽ മത്സരിക്കണം, എത്ര സീറ്റ് മത്സരിക്കണം എന്നൊരു ചർച്ച പോലും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഇന്റൻഷനിലല്ല ഞങ്ങൾ NDAയിലേക്ക് വന്നത്. അവിടെ സീറ്റ് മേടിക്കുക, സീറ്റിൽ തർക്കം നടത്തുക, അത് വില പേശുക, അങ്ങനെ ഒരു ലക്ഷ്യമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ആ കാര്യത്തിൽ ഒരു തർക്കവും NDAയിൽ ഉണ്ടാവില്ല. സീറ്റിന് വേണ്ടിയിട്ട് ചിലപ്പോ 0 ആയിരിക്കും 2020 മത്സരിക്കുന്നത്, അവിടെയും തർക്കം ഉണ്ടാവില്ല. പക്ഷേ ഇത് ഉദ്ദേശിക്കുന്നത് സീറ്റില് NDA അല്ല, BJP എത്ര സീറ്റിൽ മത്സരിച്ചു, എത്ര സീറ്റിൽ വിജയിച്ചു, 2020 എത്രയിൽ മത്സരിച്ചു വിജയിച്ചു, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ 2 കോമ്പിനേഷനും കൂടിയിട്ട് മത്സരിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതിന്റെ റിസൾട്ടാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾക്ക് 2 പേർക്കും വളരെ ക്ലിയർ ആണ്. അതിലൊരു തർക്കം ഉണ്ടാവില്ല. അങ്ങനെ തർക്കം ഉണ്ടാക്കാനായിട്ട് ആരും ശ്രമിക്കുകയും വേണ്ട. ഞങ്ങൾ കഴിഞ്ഞ എല്ലാവരും 2020 പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. കഴിഞ്ഞ തവണ 8 ജില്ലകളിൽ 882 പഞ്ചായത്ത് വാർഡുകളിൽ കോർപ്പറേഷൻ അടക്കം മുനിസിപ്പാലിറ്റി അടക്കം ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പ്രയോജനം എല്ലാ ആളുകൾക്കും, കേരളത്തിലെ എല്ലാ ആളുകൾക്കും കിട്ടണം. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമുക്ക് പ്രാദേശികമായിട്ടുള്ള ചില വിഷയങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേരളത്തിന്റെ ചരിത്രത്തിൽ LDF അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും അരിവാൾ ചുറ്റിയ കൊടിയും കോൺഗ്രസിന്റെ കൈപ്പത്തിയുടെ കൊടിയും SDPയുടെയും PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും കൊടി 5 പാർട്ടികളുടെ കൊടി ഒരു വാഹനത്തിൽ വെച്ച് പ്രചരണം നടത്തിയിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേരളത്തിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ ഇവര് ശത്രുത സാധാരണ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇവരുടെ തനി സ്വരൂപമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോ എന്നിട്ട് ഒരു ചിഹ്നത്തില് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി 25 പാർട്ടികൾ കൂടി മത്സരിക്കുക. ഞങ്ങൾ എന്താ ചെയ്തത്? ആ പ്രദേശത്ത് ആ പഞ്ചായത്തിൽ പ്രാദേശികമായിട്ട് കഴിഞ്ഞ 10-20 വർഷക്കാലമായിട്ട് LDFന്റെ ഭരണസമിതി ഭരിച്ച് ആ പഞ്ചായത്തിലെ ജനങ്ങള് അനുഭവിച്ച ദുരിതം പറയാൻ പറ്റില്ല. അപ്പൊ അവരെക്കാളും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ കണ്ടു. അതുകൊണ്ട് ഞങ്ങള് ഒരു വിധത്തിലും ഒരു കണ്ടീഷണൽ പിന്തുണയല്ല കൊടുത്തത്. ഞങ്ങളുടെ ആളുകള് അവിടെ UDFന് മത്സരിക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്തു.
അത് NDAയുടെ പ്രവേശനമായിട്ടോ ഒന്നും ബന്ധമില്ല. ആ നാടിന്റെ വികസനം, ആ നാടിനെ രക്ഷിക്കുക, ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെങ്കിൽ അതുണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ്. കാരണം ഞങ്ങൾ പൊളിറ്റിക്സ് അല്ല നോക്കുന്നത്, ജനങ്ങളുടെ ക്ഷേമമാണ് ഞങ്ങൾ നോക്കുന്നത്, നാടിന്റെ വികസനമാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും LDFനേക്കാൾ ഭേദം അവിടെ എന്ന് വെച്ചാൽ പൊതുവെ എല്ലാം പറയുന്നത് അവിടെ ആ പഞ്ചായത്തില് ഇപ്പോ അവരാണെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു.